മഴയെത്തിയതോടെ ചാത്തമംഗലത്തെ തെരുവുമല വീണ്ടും പച്ചപ്പണിഞ്ഞ് പ്രകൃതിയുടെ മനോഹര വിസ്മയമായി മാറി. കോടമഞ്ഞും വിശാലമായ പുൽമേടുകളും കാനന ഭംഗിയും ചേർന്ന് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമറമാൻ സണ്ണി പതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ തെരുവുമലയുടെ ഈ മനോഹര ആകാശ കാഴ്ചകൾ ആസ്വദിക്കാം. ചാത്തമംഗലത്തെ തെരുവുമല വീണ്ടും പ്രകൃതിയുടെ പച്ചപ്പണിഞ്ഞ് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മഴയെത്തിയതോടെ വിശാലമായ പുൽമേടുകൾ ഹരിതാഭയിൽ മുങ്ങി നിൽക്കുമ്പോൾ കോടമഞ്ഞും കാനന ഭംഗിയും പാറക്കൂട്ടങ്ങളും കാട്ടരുവികളും ചേർന്ന് തെരുവുമലയെ അതിമനോഹരമാക്കുന്നു. വേനൽക്കാലത്ത് കാട്ടുതീയിൽ കരിഞ്ഞു പോകുന്ന പുൽമേടുകൾ ഒറ്റ മഴയിൽ തന്നെ വീണ്ടും ഇരട്ടി ശക്തിയോടെ പച്ച പിടിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. പച്ചപ്പണിഞ്ഞ മലഞ്ചെരുവിലേക്ക് പക്ഷികളുടെയും വാനരക്കൂട്ടങ്ങളുടെയും സാന്നിധ്യം തിരിച്ചെത്തിയതോടെ തെരുവുമല വീണ്ടും സജീവമായി. മലയിൽ നിന്നും നോക്കിയാൽ പൈതൽ മലയും കൂർഗ് മലനിരകളും ദൃശ്യമാണ്. സന്ധ്യയോടെ ആലക്കോട് ടൗൺ വിളക്കുകളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്ന കാഴ്ച സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നതാണ്. സമീപത്തുള്ള തേവർക്കുന്നും കൊട്ടത്തലച്ചിമലയും പ്രകൃതി ഭംഗി നിറഞ്ഞതാണെങ്കിലും തെരുവുമലയിലെ വിശാലമായ പുൽമേടുകൾ അതിന് വേറിട്ട ആകർഷണം നൽകുന്നു. കർണാടകയിലെ കൂർഗ് ജില്ലയോട് ചേർന്ന് ചെറുപുഴ, ഉദയഗിരി, ആലക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് ചാത്തമംഗലം തെരുവുമല സ്ഥിതി ചെയ്യുന്നത്. തെരുവുമലയുടെയും തേവർക്കുന്നിന്റെയും അടിവാരത്തിൽ 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലത്തിന്റെ വരവോടെ വീണ്ടും സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുകയാണ് തെരുവുമല. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.